തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം മധ്യ കേരളത്തിലെ പ്രശസ്ത നാലമ്പലങ്ങളിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീരാമസന്നിധി. തിരുപുറയാറിൻ്റെ ഓരത്ത് ഖരവധം കഴിഞ്ഞ് വലത് കൈയിൽ അമ്പും ഇടത് കൈയിൽ വില്ലുമായി നിൽക്കുന്ന ശ്രീരാമൻ്റെ ഭാവം. ശത്രുദോഷ നിവാരണത്തിനായി ഭക്തർ അമ്പും വില്ലും നടക്കിൽ വച്ച് വെടിവഴിപാട് നടത്തുന്ന ക്ഷേത്രം. തേവരുടെ ഇടതും വലതുമായി ചേർപ്പ് ഭഗവതിയും ഊരകത്തമ്മയും ഭൂമിദേവിയുടെയും ലക്ഷ്മീദേവിയുടെയും ഭാവത്തിൽ കുടികൊള്ളുന്നു. ദക്ഷിണദ്വാരിയിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും മണ്ഡപത്തിൽ ഹനുമാൻ സ്വാമിയും കുടികൊള്ളുന്നു. തൃപ്രയാർ ക്ഷേത്ര ദർശനം പരബ്രഹ്മ ദർശന സാഫല്യമാണ് ഭക്തന് നൽകുന്നത്. ശ്രീരാമസന്നിധിയിൽ നിന്നും ഇനി പോകുന്നത് 18 കിലോമീറ്റർ അകലെ ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്യസ്വാമിയായ ശ്രീ സംഗമേശൻ എന്ന ഭാവത്തിൽ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കുലീബനി തീർത്ഥക്കരയിലെ ഈ ക്ഷേത്രത്തിൽ ഉപദേവത പ്രതിഷ്ഠകളൊന്നും തന്നെയില്ല. എന്നാൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഇവിടെയും മണ്ഡപത്തിലുണ്ട്. വലിയ കൂത്തമ്പലവും ആനക്കൊട്ടിലുമുള്ള പൗരാണികവും വളരെയേറെ പ്രത്യേകതകളുമുള്ള സംഗമേശ സന്നിധിയിൽ ദീപാരാധന ഇല്ലാതെ ദിവസവും 3 പൂജകൾ മാത്രം നടക്കുന്ന അപൂർവ ക്ഷേത്രമാണിത്. ഇവിടെ നിന്നും നേരെ മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. നാഗരാജാവായ അനന്തൻ്റെ അംശാവതാരമായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സർപ്പദോഷങ്ങൾക്ക് പരിഹാരമാണ് ഇവിടുത്തെ ദർശനം. 4ാമതായി പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനത്തിനെത്തിയത്. ദശരഥപുത്രന്മാരിൽ ഇളയവനും ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ അംശാവതാരവുമായ ശത്രുഘ്നസ്വാമിയെ വണങ്ങുന്നത് സർവ്വശത്രുദോഷവും നീങ്ങി ജീവിതം സുദർശനമാവാനാണ്. അങ്ങനെ പുണ്യരാമായണ മാസത്തിൽ സീതാ ലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേതനായ ശ്രീരാമചന്ദ്രസ്വാമിയെ ദർശിച്ച സുഹൃതവുമായി ഒരു പുണ്യ തീർത്ഥയാത്ര.